ഇരുളിൽ കയ്യിലെ പിടി അയഞ്ഞപ്പോഴാണ് ചുറ്റും നോക്കിയത്. ഓഡിറ്റോറിയത്തിന് പുറകിലായി ഒരു ചെറിയ തടാകം പോലെയുണ്ട്. അതിനോട് ചേർന്ന് ഇരിപ്പിടങ്ങളും. ശരിക്കും പേടിച്ചു പോയിരുന്നു. ഇപ്പോഴും അലക്സ് ചേട്ടൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്നറിയില്ല. പരസ്പരം ഒന്നും സംസാരിക്കാതെ അവിടെ ഒരേടെ ഇരുന്നു. അല്പസമയത്തേക്ക് ഒറ്റയ്ക്കിരിക്കാൻ അവളും ആഗ്രഹിച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന അവളുടെ മുഖത്ത് നോക്കിയപ്പോഴാണ് അവളെ നോക്കിയിരിക്കുകയാണ്. മുഖത്തൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു. നീ ഇങ്ങനെ പാകമായല്ലേ ഏട്ടാ അത്. കണ്ണുകൾ നിറച്ചുകൊണ്ട് ജാനു എന്തോ പറയാൻ തുനിഞ്ഞു. നിനക്കൊരു കാര്യം അറിയുമോ? ഈ അലക്സ് ഇതുവരെ ആരെയും പെങ്ങളായി കണ്ടിട്ടില്ല. വീട്ടിലും ഒറ്റക്കായിരുന്നു. പക്ഷെ നിന്നെ എനിക്ക് അനിയത്തിയായി തോന്നുകയാണ് അലക്സിന്റെ ഓരോരു പെങ്ങൾ. അപ്പോൾ നീ ഇങ്ങനെ വിഷമിക്കാൻ ഞാൻ സമ്മതിക്കുമോ? അവന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു ജാനു. ഇന്ദ്രന് നിന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്. അത് പുറത്തു കൊണ്ടുവരാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്തു തീരുമാനിച്ചുറപ്പിച്ച പോലെ അലക്സ് പറഞ്ഞു. നീ ഒന്നും ചെയ്യണ്ട, എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി. ഇത്രയും കേട്ടപ്പോൾ തന്നെ അവൾക്ക് പാതി ആശ്വാസം തോന്നി. ഒരു ചേട്ടൻ്റെ കരുതലും സ്നേഹവും അവളും ആഗ്രഹിച്ചിരുന്നു. സ്വന്തമെന്ന് പറയാൻ ആരും ഇല്ലാതെ ഇരുന്ന് തനിക്ക് ഇപ്പോൾ ആരൊക്കെയോ ഉണ്ടെന്ന തിരിച്ചറിവ് അവളിലും സന്തോഷം നിറച്ചു. അലക്സ് നല്ല സംസാരപ്രിയനായിരുന്നു. കുറേ സമയം ഇരുവരും അവിടെ ഇരുന്ന് സംസാരിച്ചു. കുട്ടിക്കാലത്തെ ഇന്ദ്രൻ്റെ കഥകളൊക്കെ അവൻ ജാനുവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓരോന്നും സംസാരിച്ചിരിക്കുമ്പോഴാണ് വെപ്രാളത്തിൽ ജാനുവിനെയും തിരഞ്ഞ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നത്. അലക്സ് ഇന്ദ്രനെ കണ്ടിരുന്നു. അത് കണ്ടു തന്നെ ജാനുവിനോട് കൂടുതൽ സംസാരിച്ച് ഇന്ദ്രൻ കാണാത്തതുപോലെ അവനിരുന്നു. ഇന്ദ്രനെ കണ്ടതും ജാനു എഴുന്നേറ്റ് നിന്നു. അവളെ കണ്ടപ്പോഴുണ്ടായ ഇന്ദ്രന്റെ ആശ്വാസഭാവം അലക്സ് ശ്രദ്ധിച്ചിരുന്നു. അലക്സ് ഇന്ദ്രന് വലിയ മൈൻഡ് ഒന്നും കൊടുക്കാതെ അവിടെ തന്നെ ഇരുന്നു. നീ ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? അല്പം കരത്തിൽ ഇന്ദ്രൻ ജാനുവിനോടായി ചോദിച്ചു. അത് ഞാൻ. നീ ഭാര്യയെ കാണാതെ പേടിച്ചോ? അലക്സ് അങ്ങനെ ചോദിച്ചത് ഇന്ദ്രനെ തീരെ പിടിച്ചില്ല. അല്ല, ഞാൻ നിന്നെ തിരക്കിറങ്ങിയതാ. ഇവിടെ ഇപ്പോൾ തിരക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്ലോബൽ ഗ്രൂപ്പിന്റെ കാര്യം. നീ വാ. ഇന്ദ്രന്റെ ആ മറുപടി കേട്ടതും ജാനുവിന്റെ മുഖത്തെ പ്രതീക്ഷ വീണ്ടും അസ്തമിച്ചു. പക്ഷെ അലക്സിന് ഇന്ദ്രന്റെ കള്ളത്തരം മനസ്സിലായിരുന്നു. ഓ, അത് നീ ഡീൽ ചെയ്തോളൂ. ഞാനും ജാനും കുറച്ചുകൂടെ സംസാരിക്കട്ടെ. ജാനു, നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ട്. അയ്യോ ആണോ? അലക്സ് ചേട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് പോകുവാണ് കേട്ടോ. മറുപടിക്ക് കാത്തു നിൽക്കാതെ ജാനു തിരിഞ്ഞു നടന്നു. ജാനു പോകുന്നത് നോക്കി അലക്സ് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ടോ ഇന്ദ്രന് ദേഷ്യമാണ് ഉണ്ടായത്. ഡാ, എന്താ നിന്റെ ഉദ്ദേശം? ഗൗരവത്തിലാണ് ഇന്ദ്രൻ ചോദിച്ചത്. എന്താണ് നിന്റെ ഉദ്ദേശം? ആദ്യം അത് പറയൂ. അലക്സ് മറുചോദ്യം ചോദിച്ചു. എന്ത്? ഇപ്പോഴും നീ അലീനയുടെ പിന്നാലെ നടക്കുന്നതിൻ്റെ ഉദ്ദേശം? നീ എന്തൊക്കെയാണ് പറയുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ കളിയാക്കുന്ന നാടകം നീ എൻ്റെ മുന്നിലും ആടേണ്ട. എനിക്ക് എല്ലാം അറിയാം. നിനക്ക് അവളെ മറക്കാനാവുന്നില്ലെങ്കിൽ എന്തിനു വിവാഹം കഴിച്ചു? ജാനകിയെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? അവൾക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാവും? അതിനെപ്പറ്റി നീ ആലോചിക്കേണ്ട കാര്യമില്ല അലക്സ്. ഉണ്ട്, എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് കരുതിക്കോളൂ. നീ കണ്ടിട്ടുള്ള രീതിയിലെ പെണ്ണല്ല അവൾ. അവളെ വിട്ടേക്ക്. പണ്ട് മുതൽക്കേ പെണ്ണുങ്ങളോട് അടുത്തിടപഴകുന്ന സ്വഭാവമാണ് അലക്സിനുള്ളത്. അത് ഇന്ദ്രനെ നന്നായി അറിയാമായിരുന്നു. അതെ, ഞാൻ അവളെ പോലൊരു പെണ്ണിനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. മതി അലക്സ്, അവൾ എൻ്റെ ഭാര്യയാണ്. ഇനിയും ഇതുപോലെ വല്ലതും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആവില്ല റിയാക്ട് ചെയ്യുന്നത്. ദേഷ്യത്തിൽ ഇത്രയും പറഞ്ഞ് ഇന്ദ്രൻ തിരിഞ്ഞു നടന്നു. ഇതുപോലെ തന്നെ അവൾക്കും നിന്റെ മേൽ അവകാശമുണ്ട്. അത് നീ മറക്കണ്ട. പിന്നെ നിന്നിലൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ജാനകിയെ ഞാൻ കൊണ്ടുപോകും. വിരലുകൾ കൈവെള്ളയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ വേഗത്തിൽ നടന്നു നീങ്ങി. ഇന്ദ്രനും അലക്സും സംസാരിച്ചത് മുഴുവൻ കേട്ടില്ലെങ്കിലും അവസാനം മനസ്സ് പറഞ്ഞ വാക്കുകൾ വെടിടി പോലെയാണ് അലീനയുടെ കാതുകളിൽ പതിച്ചത്. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ട് അവളുടെ മനസ്സിൽ പകയുടെ കർമ്മങ്ങൾ ഉരുണ്ടുകൂടി. പിന്നീട് ഫംഗ്ഷന് ശ്രദ്ധിക്കാൻ ഇന്ദ്രന് കഴിഞ്ഞില്ല. എപ്പോഴും കണ്ണുകൾ ജാനുവിന് പിന്നാലെയായിരുന്നു. അലക്സ് അവൾക്കരികിൽ എത്തുമെന്ന് തോന്നൽ ഉണ്ടായാൽ പോലും അവൾക്കരികിലേക്ക് അവൻ ഓടിയെത്തിയിരുന്നു. ഇന്ദ്രന്റെ പ്രവൃത്തികൾ അലക്സിൽ ചെയ്യുളവാക്കി. ജാനുവും ഇന്ദ്രന്റെ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ കാരണം അന്വേഷിക്കുകയായിരുന്നു. സമയം പോകും തോറും വന്നതികൾ ഓരോരുത്തരായി പോയി തുടങ്ങി. അവസാനം ഇന്ദ്രനും അലക്സും അലീനയും ജാനുവും അവരുടെ കൂടെ ഫ്രണ്ട്സും മാത്രമായി. അവർ എല്ലാവരും ഡ്രിങ്ക്സും ഫുഡും ഡാൻസും ഒക്കെയായി ആഘോഷിക്കുകയായിരുന്നു. ജാനുവിന് പോലും അത് കണ്ട് ശരി അലീനയും ഇരുന്നു. അലക്സ് ആണെങ്കിൽ അവൾ അലക്സിന് മുന്നേ വന്ന് ജാനുവിന് അരികിലായി ഇന്ദ്രൻ സീറ്റ് പിടിച്ചു. എന്തൊക്കെയോ കണ്ണുകൊണ്ടൊക്കെ കാട്ടുന്നുണ്ട്. ഇത് കണ്ടിട്ട് അലീനക്കും ഇന്ദ്രനും ഒരുപോലെ ദേഷ്യം വരണുണ്ടായിരുന്നു. ഇന്ദ്രന് ബിയർ ബോട്ടിൽ പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഡാ, എനിക്കും. അലക്സ് ഗ്ലാസ് നീട്ടി. എനിക്കും, അലീനയും ഇന്ദ്രനോടായി പറഞ്ഞു. ജാൻ, നിനക്ക് വേണ്ടേ? അയ്യോ വേണ്ട, ഞാനിത് കുടിച്ചിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊക്കെ ഒരു രസമല്ലേ? അലക്സ് അവളെ നിർബന്ധിച്ചു. അവൾക്ക് വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട, അലക്സിനോടായി ഇന്ദ്രൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ ഇന്ദ്രന്റെ ടേസ്റ്റ് അല്ല ഇവൾക്കെന്ന്. പുച്ഛത്തോടെ ജാനുവിനെ നോക്കിയത് പറയുമ്പോൾ അലീനയുടെ കണ്ണിൽ പക എരിയുന്നുണ്ടായിരുന്നു.
എനിക്കും വേണം ഏട്ടാ എന്ന് തീരുമാനിച്ചുറപ്പിച്ച പോലെ ജാനുവും ഗ്ലാസ് നീട്ടി. നിനക്ക് ശീലമില്ലെങ്കിൽ കഴിക്കണ്ട. ഇന്ദ്രൻ അവളെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ തയ്യാറായില്ല. വാശിയിൽ എങ്ങനെയൊക്കെയോ ഒരു ഗ്ലാസ് കുടിച്ചു തീർത്തു. അലീന വീണ്ടും ഗ്ലാസ് നിറച്ചു കൊടുത്തത് വേഗത്തിൽ ജാനു കുടിച്ചു. തലക്ക് ഭയങ്കര ഭാരം തോന്നിയപ്പോൾ അവൾ തലയിൽ കൈ താങ്ങിയിരുന്നു. അവളിലെ മാറ്റങ്ങൾ പന്തിയില്ലെന്ന് തോന്നിയതിനാൽ ഇന്ദ്രൻ അവളെ വീട്ടിലേക്ക് പോവാൻ വിളിച്ചു. എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ബാലൻസ് കിട്ടാതെ വീണ്ടും ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. ഇത് കണ്ടതും അലക്സ് വന്ന് ജാനുവിനെ പിടിക്കാൻ ഒരുങ്ങി. അലക്സിന്റെ കൈ തട്ടി മാറ്റി ഇന്ദ്രൻ അവളെ താങ്ങി. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, ഞങ്ങൾ ഇറങ്ങുവാണ്. ഇതും പറഞ്ഞ് ജാനുവിനെയും കൂട്ടി ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി. അലക്സിന്റെ ചുണ്ടിൽ നിഗൂഢമായ ചിരി വിരിഞ്ഞത് അലീനയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വേണ്ട ഏട്ടാ, എന്നെ പിടിക്കണ്ട, ഞാൻ നടന്നോളാം. ഇന്ദ്രന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ജാനു പറഞ്ഞു. ഇന്ദ്രൻ അത് ഗൗനിക്കാതെ അവളെയും കൂട്ടി എങ്ങനെയൊക്കെയോ കാറിൽ കയറി. കാറിൽ വെച്ചും അവൾ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നു. ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ദ്രന്റെ ശ്രദ്ധ അവളിലായിരുന്നു. ഇടയ്ക്ക് അവൻ്റെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു വന്നിരുന്നു. ഞാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞ്? അവളേക്കാൾ നന്നായി പാടും. ഇടയ്ക്ക് ചുണ്ടൊക്കെ കുറിപ്പിച്ചുകൊണ്ട് സങ്കടത്തിൽ അവൾ പറഞ്ഞു. ഏട്ടൻ എൻ്റെ കൂടെ പാടിയില്ല, ദുഷ്ടൻ. ഇനി എന്നോട് മിണ്ടണ്ട. ഞാൻ പാടില്ലെന്ന് അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ടപ്പോൾ ഇന്ദ്രനും എന്തോ പോലെ തോന്നി. അവൾക്ക് പാടാൻ അറിയുമോ എന്ന് പോലും ചോദിക്കാതിരുന്നത് തെറ്റായെന്ന് അവൻക്ക് ബോധ്യമായി. കുറച്ച് സമയത്തേക്ക് അവൾ ഒന്നും മിണ്ടാതെയിരുന്നു. പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരും പോലെ കാണിച്ചു. അരുതെന്ന് കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിച്ചുകൊണ്ട് അവൻ വേഗം കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി അവളെ വിളിക്കാനായി ഡോർ തുറന്നതും അവൾ അവൻ്റെ മേലേക്ക് ഛർദ്ദിച്ചു കഴിഞ്ഞിരുന്നു. അവൾ വായ പൊത്തി നിഷ്കുലത്തിൽ ചിരിച്ചു. ഇന്ദ്രനാണെങ്കിൽ അറപ്പും ദേഷ്യവും വന്നു. അവൻ്റെ കാല് മുഴുവൻ വൃത്തികേടായിരുന്നു. കാറിൽ നിന്ന് വെള്ളത്തിൻ്റെ ബോട്ടിലെടുത്ത് മരച്ചോട്ടിലേക്ക് മാറി നിന്ന് കാലൊക്കെ കഴുകി. തിരികെ കാറിലേക്ക് കയറിയപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടെന്നായിരുന്നു. വീട്ടിൽ ചെന്ന് അവളെ ബെഡിൽ ഇരുത്തി അവൻ നേരെ ഫ്രഷ് ആവാൻ പോയി ഫ്രഷായിട്ട് വാ, അപ്പോൾ ആ കെട്ടുവിടും. ജാനുവിനോടായി അവൻ പറഞ്ഞു. എനിക്കൊന്നും വയ്യ, കുളിച്ചിട്ട് വരാതെ ബെഡിൽ കിടക്കില്ല. കുളിക്കാം. ഒരു കാര്യം പറയുമോ? എന്താണ്? എന്നോട് പറ, ഐ ലവ് യു എന്ന്. എന്ത്? എന്നോട് പറ. നീ കുളിക്കണ്ട, എനിക്കറിയാം, എന്നെ ആർക്കും ഇഷ്ടമല്ല. അവൾ വീണ്ടും കരയാൻ തുടങ്ങി. ആര് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ്? അവളെ സമാധാനിപ്പിക്കാൻ എന്ന് വേണം അവൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ ഉണ്ടായി തിളക്കം അവൻ ശ്രദ്ധിച്ചിരുന്നു. അവനും അവളുടെ പ്രവൃത്തികളെ ആസ്വദിക്കുകയായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ എന്തൊരു ആകർഷണീയത അവൾക്ക് വന്നതായി തോന്നി. എനിക്കറിയാം ഏട്ടന് എന്നെ ഇഷ്ടമല്ലെന്ന്. ലവ് യു ടു. ഇതും പറഞ്ഞ് ഇന്ദ്രന്റെ കവൾ ഒരുമയും കൊടുത്ത് കക്ഷി വീണ്ടും ബെഡിലേക്ക് കിടന്നു. ആദ്യ ചുംബനം തൻ്റെ കവളിൽ പിടിച്ച് ജാനുവിനെ നോക്കിയൊരു നിമിഷം അവൻ നിന്നു. വീണ്ടും അവളെ ശല്യം ചെയ്യാതെ ബാൽക്കണിയിലെ കസാരയിൽ അവൻ പോയിരുന്നു. ജാനുവിനെ കണ്ടത് മുതൽക്കുള്ള കാര്യങ്ങൾ ആലോചിച്ചു. ഇടക്കപ്പോയോ സങ്കടം നിയോഗിച്ചു. അലക്സ് പറഞ്ഞതിനെപ്പറ്റി ചിന്തിച്ചു. താൻ കാട്ടുന്ന അവഗണന അവളെ എത്രത്തോളം ബാധിക്കുന്നുണ്ടാവും. വെറും 2 തവണ മാത്രം കണ്ടിട്ടുള്ള അലക്സിന് പോലും അവളെ മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ ഞാൻ അവളെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറയാനാവില്ല. താലി കെട്ടുമ്പോൾ ഉറപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അവൾ സങ്കടപ്പെടുമ്പോൾ തൻ്റെ ഉള്ളിലും ഒരു നോവുണ്ടാവുന്നു. ചിലപ്പോഴൊക്കെ അവൾ തന്നിൽ പുഞ്ചിരി ഉണർത്തുന്നു. ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഇഷ്ടമാണെന്ന് പറയാനാവും. അത് ഏത് തരത്തിൽ ആണെന്ന് ചിന്തിച്ചിട്ടില്ല. ജാനു തൻ്റെ ഭാര്യയാണെന്നതിനെ പറ്റി താൻ പലപ്പോഴും മറന്നു പോയിരുന്നു. അവന് കുറ്റബോധം തോന്നി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലക്കു നല്ല ഭാരം തോന്നിയിരുന്നു. വേഷം പോലും മാറാതെ താൻ കിടന്നുറങ്ങിയെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. ഇന്നലത്തെ പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും മൂടൽ മഞ്ഞ് ബാധിച്ച പോലെ ആയിരുന്നു. ഒന്നും വ്യക്തമല്ല. വാർഷിക ബിയർ കുടിച്ചത് വരെ ഓർമ്മയുണ്ട്. ഒരു ആവശ്യവും ഇല്ലായിരുന്നു. ഇന്ദ്രനടുത്തൊന്നും കണ്ടില്ല. അവൾ വേഗം ഫ്രഷായി. ഇപ്പോൾ തലക്കൊരു ആശ്വാസം തോന്നുന്നുണ്ട്. അപ്പോഴും ഇന്ദ്രനെ കാണാതായപ്പോൾ ബാൽക്കണിയിലേക്ക് അവളുടെ ശ്രദ്ധ തിരിഞ്ഞു. ഒരു കുഞ്ഞു കുട്ടിയെ പോലെ കസേരയിൽ ഇരുന്നുറങ്ങുന്ന അവനെ കണ്ടപ്പോൾ വാത്സല്യമാണ് തോന്നിയത്. പതിയെ മുടികൾ തലോടി. ജാനു താഴേക്ക് പോയി കഴിഞ്ഞാണ് ഇന്ദ്രൻ കണ്ണുകൾ തുറന്നത്. അപ്പോഴും അവളുടെ കൈകളിലെ തണുപ്പ് അവൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും പതിവ് ചായ കിട്ടാതെ വന്നപ്പോഴാണ് അവൻ അടുക്കളയിലേക്ക് ചെന്നത്. ചായ കാണാത്തപ്പോൾ ഞാൻ കരുതി താൻ ജോലി തിരക്കിലാവുമെന്ന്. താനിവിടെ സ്വപ്നം കണ്ടു നിൽക്കുവാണോ? ചായക്കപ്പം പിടിച്ച് ആദിച്ചു നിൽക്കുന്ന ജാനുവിനെ കണ്ടതും അവൻ ചോദിച്ചു. ഞാൻ വരുമായിരുന്നു. അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് അവളോട് പറഞ്ഞത്. ചായ വാങ്ങി കുടിച്ചുകൊണ്ട് ഇന്ദ്രൻ ഓരോന്നും സംസാരിക്കുമ്പോഴും തല കുനിച്ചു നിൽക്കുന്ന ജാനുവിനെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തലേദിവസം ബോധമില്ലാതെ താൻ എന്തൊക്കെയോ ചെയ്തെന്ന ചിന്തയിലായിരുന്നു അവളുടെ മനസ്സ് നിറയെ. ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഇന്ന് ഫുൾ തനിക്ക് റെസ്റ്റാണ്. എല്ലാം ഞാൻ ചെയ്തോളാം. അത് കേട്ടതും അവൾ അതിശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ നോട്ടം കണ്ടപ്പോൾ അവനും ആവേശം കൂടി. അവൻ നേരെ അടുക്കളയിലേക്ക് പോയി. പിന്നാലെ അവളും. യുദ്ധത്തിന് പോകുന്ന എക്സ്പ്രഷനൊക്കെ ഇട്ടു അവൻ അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു.
ഗ്യാസ് കത്തിക്കാനും ദോശമാവ് ഒഴിക്കാനും ഒക്കെ ജാനു അടുത്തു നിന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ഇന്ദ്രാണെങ്കിൽ എല്ലാം അറിയാമെന്ന ഭാവം. ഏട്ട അത്ര വലുതാക്കിയല്ല പച്ചക്കറി അരിയേണ്ടത്, ഞാൻ കാണിച്ചു തരാം. അവൻ്റെ കയ്യിൽ നിന്ന് കത്തി വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടാണ് ജാനു ഇത് പറഞ്ഞത്. അവൻ അവളെ എടുത്ത് പുറകിലായുള്ള ടേബിളിൽ ഇരുത്തി അവളുടെ മുന്നിൽ തൊട്ടരികിലായി വന്നു നിന്നു. അവൻ്റെ കണ്ണുകളിൽ നോക്കാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. കുറേ നേരമായി തുടങ്ങിയിട്ട്, മര്യാദക്ക് ഇവിടെ ഇരുന്നോണം. എങ്ങാനും താഴെ ഇറങ്ങിയാലാണ് ഞാൻ ചെയ്തോളാം. ഇത്രയും പറഞ്ഞ് വീണ്ടും തിരിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി. ജാനു ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. അവളുടെ ഇരിപ്പ് കണ്ട് അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായി. ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഇന്ദ്രൻ തന്നെ അവളെ താഴെ ഇറക്കി. അവളുടെ മുഖം നാണുകൊണ്ട് ചുവന്നിരുന്നു. വലിയ കാര്യത്തിൽ ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് പാചകം അത്ര നിസ്സാര കാര്യമല്ലെന്ന് അവന് മനസ്സിലായത്. മടിയോടെ ജാനുവിനെ നോക്കിയപ്പോൾ പുള്ളിക്കാരി അവനെ നോക്കി വൃത്തിക്ക് ചിരിച്ചു കാണിച്ചു. എന്താ കഴിക്കുന്നില്ലേ? ഇത്തിരി ഉപ്പ് കൂടിപ്പോയോ? ആഹാ, ഉപ്പൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അവനും അവളെ നോക്കി വിളിച്ചു കാണിച്ചു. നമുക്ക് ഓൺലൈൻ ഫുഡ് വാങ്ങാം. ഒരു കുസൃതി ചിരിയോടെ അവനത് പറഞ്ഞപ്പോൾ അവളും ചിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നാളെ രുദ്രിച്ചയുടെ അടുത്ത് പോവാം. പിന്നെ മാധവ മാമയെയും വിളിക്കാം. എല്ലാവർക്കും കൂടെ പോവാം. ആണോ? ആണെന്നേ. അവളുടെ കണ്ണുകളിലെ സന്തോഷം അവൻ ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ രുദ്രയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ജോലി തിരക്ക് കൊണ്ട് മാധവൻ വന്നില്ല. അനുവും ശിവയും മാത്രമാണ് അവരുടെ കൂടെ പോയത്. കാറിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും ഇന്ദ്രൻ്റെ കണ്ണുകൾ ജാനുവിനെ തേടിപ്പോയിരുന്നു.